നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവുമായിട്ട് ഞാൻ നിൽക്കുന്ന ഡൽഹിയിലാണ്. ഡൽഹിയിലെ മരം കോച്ചുന്ന തണുപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുന്നത് ഏറ്റവും പുതിയ കിയ സിറോസ് ആണ്. കിയ സിറോസ് ഒരു പുതിയ സെഗ്മെൻറ്റിന് തുടക്കം കുറിച്ചുകൊണ്ട് വരികയാണ് കിയയുടെ കാര്യത്തിൽ. അതായത് സെൽറ്റോസിൻ്റെയും അതുപോലെ സോണറ്റിൻ്റെയും ഇടയിലുള്ള ഒരു മാർഗ്ഗമാണ് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് വലിപ്പത്തിൻ്റെ കാര്യത്തിലും പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ രസകരമായ വ്യത്യസ്തമായ രൂപമാണ്. എനിക്ക് തോന്നുന്നത് സ്കോഡയുടെ എറ്റി എന്ന വാഹനം കണ്ടതിന് ശേഷം ഈ ഒരു രൂപമുള്ള വാഹനം കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്ന് തന്നെയുമല്ല, ഏറ്റവും വില കൂടിയ വാഹനങ്ങളൊന്നായ സെൽറ്റോസിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട് സിറോസിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള സിറോസിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് മോഡലാണ് നമുക്ക് ഇന്ന് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ലഭിച്ചിരിക്കുന്നത്. അതാണ് അങ്ങ് മൂലെ കിടക്കുന്ന നീല വണ്ടി എന്ന് പറഞ്ഞ പോലെ ആ വാഹനം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് ഇവിടെ ഒരു ലെപ്പേർഡ് ട്രെയിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ എങ്ങനെയുണ്ട് സ്ഥലം എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും തണുപ്പിൻ്റെ ഈ ഒരു കൂടാരത്തിൽ നിന്നുകൊണ്ട് കിയ സിറോസിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ പറഞ്ഞ ലെപ്പേർഡ് ട്രെയിൽ എത്തിയിരിക്കുകയാണ്. ലെപ്പേർഡ് ട്രെയിൽ രസമുള്ളൊരു സ്ഥലമാണ്. ഗുരുഗ്രാമിൽ നിന്നും എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. ഈ ഗുരുഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അടുത്ത കാലത്ത് ഉണ്ടായി വന്ന നഗരങ്ങളാണ്. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള വളരെ വിശാലമായ പാടങ്ങളും അതുപോലെ തന്നെ ഈ മലമ്പ്രദേശങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. അതിൽ ഇപ്പോഴും സിറ്റി വിട്ടാൽ 5 മിനിറ്റ് കൊണ്ട് ഇപ്പോഴും ഇത്തരം സ്ഥലങ്ങളിലേക്കാണ് എത്തിപ്പെടുന്നത്. പക്ഷേ ഇവിടേക്കും ഇനി നഗരം കടന്നു കയറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാലും ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു കുഞ്ഞ് ലേക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത്. ദേശാടന പക്ഷികളാണെന്ന് തോന്നുന്നു. അല്ല, ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പക്ഷികൾ തന്നെയാണ്. എന്തായാലും അവയൊക്കെ കണ്ടുകൊണ്ട് രസകരമായ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി രസകരമായ ഈ വാഹനത്തിലേക്ക് തിരിച്ചു വരാം. ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 2500 മില്ലിമീറ്ററാണ് ഇതിൻ്റെ വീൽ ബേസ്. എന്ന് പറയുമ്പോൾ ഈ സെഗ്മെൻറ്റിലല്ല, തൊട്ടടുത്ത സെഗ്മെൻറ്റിലെ വാഹനങ്ങളുടെ പോലും വീൽ ബേസുമായിട്ട് കിട പിടിക്കുന്നുണ്ടെന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ ടാറ്റ നെക്സോണിനേക്കാളും അല്പം വീൽ ബേസ് ഇതിന് കൂടുതലുണ്ട്. എന്നാൽ മഹീന്ദ്ര 3XOയുമായിട്ട് നോക്കുമ്പോൾ അല്പം വീൽ ബേസ് ഇദ്ദേഹത്തിന് കുറവാണെന്നേ ഉള്ളൂ. എന്തായാലും എല്ലാ തരത്തിലും ഡയമെൻഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ വാഹനങ്ങളുടെയും ഒപ്പോ അല്ലെങ്കിൽ തൊട്ട് മുകളിലോ നിൽക്കുന്ന ഒരു കക്ഷിയാണ് ഇദ്ദേഹം എന്ന് പറയാം. ആ രീതിയിലുള്ള വലിപ്പം കൊടുത്തിട്ടുണ്ട്. തന്നെയല്ല, കമ്പനി പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ USP എന്ന് പറയുന്നത്, യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് പിൻഭാഗത്തെ സീറ്റിലെ സ്പേസ് ആണെന്നുള്ളതാണ്. അത് സത്യമാണ് കേട്ടോ. അമേസിങ് സ്പേസാണ് പിൻഭാഗത്ത് സീറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേക മൂഡാണ് അതിലിരുന്നത്. കാരണം വെച്ചാൽ ഒരിക്കലും നമ്മൾ ഇത്ര ഒരു വാഹനത്തിൽ പ്രതീക്ഷിക്കാത്ത അത്രയും ലെഗ് സ്പേസും മറ്റും പിൻഭാഗത്ത് സീറ്റ് കൊടുത്തിട്ടുണ്ട്. സിറോസിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ കൃത്യമായും 4 മീറ്ററിൽ താഴെ നിർത്താൻ വേണ്ടി 3995 മില്ലിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 189 മില്ലിമീറ്റർ ഉണ്ട്. അതും ഈ സെഗ്മെൻറ്റിലെയും തൊട്ടടുത്ത സെഗ്മെൻറ്റിലേക്ക് വാഹനങ്ങളോടൊപ്പം നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് സിറോസ് എന്ന് നോക്കുകയാണെങ്കിൽ അതൊരു പേരാണ്. ഒരു ഗ്രീസിലെ ഒരു ഐലൻഡിൻ്റെ പേരാണെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഈ പണ്ട് തൊട്ട് സ്ഥലപ്പേരുകൾ ഇടുന്നൊരു പതിവുണ്ട് വാഹന കമ്പനികൾക്ക്. പ്രധാനമായിട്ടും ഫിയറ്റാണ് ഇതിന് തുടക്കം കിട്ടാൻ തോന്നുന്നു. ഫിയറ്റിൻ്റെ പ്യുണ്ടോ, പാലിയോ തുടങ്ങിയ എല്ലാം ഇറ്റലിയിലേക്ക് ഓരോ നാട്ടുപേരുകളാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. തന്നെ ഞാൻ ഏതോ വീഡിയോയിൽ പറയുകയും ചെയ്തു, ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്ഥലപ്പേരുകൾ വാഹനങ്ങൾക്ക് ഇടാത്തതെന്ന്. അങ്ങനെയാണ് രസകരമായ പേരുകൾ കിട്ടും. ഇപ്പോൾ ഹ്യുണ്ടായി പാമ്പാടി, അതുപോലെ ഹ്യുണ്ടായി ചെർപ്പളശ്ശേരി, കിയ കിണാശ്ശേരി, കിയ ചാത്തോത്തുമുക്ക് എന്നൊക്കെ പറയുന്ന രസമുള്ള പേരുകൾ വന്നത്. പക്ഷേ എന്തുകൊണ്ടും അവരത് പരിഗണിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി വാഹനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ രസകരമായ രൂപം എന്ന് പറഞ്ഞല്ലോ, വളരെ വ്യത്യസ്തമായ രൂപം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം സ്കോഡയുടെ കൈലാക്ക് ഓടിച്ചപ്പോൾ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. കാരണം വെച്ചാൽ അതിൻ്റെ രൂപം എന്ന് പറയുന്നത് കൃത്യമായും കുഷാക്കിൻ്റെയൊക്കെ രൂപമായതുകൊണ്ട് ഇത് അതിനൊക്കെ ഇത്തിരി ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. പക്ഷേ ഇത് കാണുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ ഒരു വല്ലാത്ത രൂപമുള്ള ഒരു മനുഷ്യൻ, രൂപമല്ല കാറ് എന്ന് എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞല്ലോ, സൈഡ് പ്രൊഫൈലിൽ നമുക്ക് സ്കോഡ എറ്റി എന്ന് പറയുന്ന അന്യം നിന്നുപോയ വാഹനത്തിൻ്റെ രൂപം തീർച്ചയായിട്ടും കുറച്ച് കീഴിലേക്ക് വന്നിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ തികച്ചും പുതിയ രൂപം തന്നെയാണ് പറയേണ്ടത്. മുൻഭാഗമൊക്കെ ആണെങ്കിലും കിയയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ ആ ഒരു രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഗ്രില്ലെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ ഭാഗത്തൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഗ്രില്ല് എന്ന് വിളിക്കാവുന്ന ഭാഗമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. താഴെയായിട്ട് സാമാന്യം വലിയ എയർ ഡാം കൊടുത്തിരിക്കുന്നു. അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അതിൻ്റെ സെൻസേഴ്സൊക്കെയാണ് അവിടെ അടച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്.
ഹെഡ് ലാമ്പാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ രസകരമായ ഹെഡ് ലാമ്പാണ്. ഇതിന് ഒരു വിളിക്കുന്ന പേര് ഐസ് ക്യൂബ് LED എന്നാണ്. ഐസ് ക്യൂബിൻ്റെ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ രസകരമായിട്ടുണ്ട്. പക്ഷേ താഴേക്കുള്ള വേരിയൻറ്റുകളിലേക്ക് പോകുമ്പോൾ അത് LED അല്ല, ഹാലജനായിട്ട് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ഷേപ്പിനൊന്നും വ്യത്യാസമില്ല. അതുപോലെ LED DRL കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഈ ഒരു ഷേപ്പ് തന്നെ ഒരു വ്യത്യസ്തമല്ലേ. ഹെഡ് ലാമ്പിൻ്റെ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തവും രസകരവുമായ രീതിയിലാണ്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഡീസലിൻ്റെ ടോപ്പ് എൻഡ് മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കും എല്ലാത്തിലും ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഹാലജനാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്തൊക്കെ ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും നല്ല രസകരമായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു മൊത്തം ഭാഗത്തെയാണ് ഇവർ വിളിക്കുന്നത് ടൈഗർ നോസ് എന്ന്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലെപ്പേർഡ് ട്രെയിലോ കേട്ടോ. അപ്പം പിന്നെ കടുവയും പുലിയും ഒക്കെയാണ് നമ്മുടെ ഒപ്പം ഇന്നുള്ള കക്ഷികളെന്നാണ് പറയേണ്ടത്. ഇവിടെ കീയുടെ ഏറ്റവും പുതിയ ലോഗോ അങ്ങനെ നീട്ടി പരത്തി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കട്ടുകളൊക്കെ വളരെ രസകരമായിട്ടുണ്ട്. ഈ മുൻഭാഗത്തും വളരെ ബോൾഡായിട്ട് നമുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ രീതി കൊടുത്തിരിക്കുന്നത്. വളരെ രസകരമായിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ അവിടെ ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗം സ്കിഡ് പ്ലേറ്റ് അതും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ വീൽ സൈസാണ് നമ്മൾ കാണുന്നത്. ഇത് 17 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾക്ക് 17 ഇഞ്ച് വരാറില്ല. പക്ഷേ ഇതിൻ്റെയും താഴേക്കുള്ള വേരിയൻറ്റുകളിലേക്ക് വരുമ്പോൾ 16 മാറുന്നുണ്ട്. എങ്കിൽ പോലും ടോപ്പ് എൻഡ് മോഡലിൽ 17 ഇഞ്ച് കൊടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യൻ റോഡുകൾക്ക് പറ്റുന്ന കാര്യമാണ്. അതുപോലെ ബ്ലാക്കും സ്റ്റീൽ ഫിനിഷുമുള്ള അലോയ് വീൽ, നല്ല ഭംഗിയുള്ള അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. ഞാനീ പറഞ്ഞ പോലെ സൈഡ് പ്രൊഫൈലിൽ നമ്മൾ ഇങ്ങനെ സ്കോഡ എറ്റിയൂടി സൈഡ് ഇടുകയാണെങ്കിൽ രണ്ടും ഒന്നല്ലേ എന്ന് പറഞ്ഞതിൽ ആശങ്ക തോന്നാവുന്ന രീതിയിലുള്ള ഷേപ്പാണ് എന്നാണ് പറയേണ്ടത്. അതുപോലെ സൈഡ് വ്യൂ മിറേഴ്സിൽ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഫ്ലഷ് ഡോർ ഹാൻഡിൽ എന്ന് പറയുന്ന ഈ സംഭവം ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് പ്രതിഷ്ഠപ്പെടുന്നത്. അത് വളരെ രസകരമായ ഡിസൈൻ രീതി വാഹനത്തിന് സമ്മാനിക്കും പൊതുവേ. കാരണം വെച്ചാൽ ഒന്നും എന്താ പറയുക പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗങ്ങളും ഇല്ല എന്ന് പറഞ്ഞ പോലെ ഭംഗിയായിട്ടിരിക്കുന്നു. അതുപോലെ ഈ ഒരു ഷേപ്പ്, ഈ ഒരു മുൻഭാഗത്തെ വിൻഡോയുടെ ഷേപ്പ്, ഇതൊക്കെ നമ്മൾ പൊതുവെ കാണാത്ത ഒരു സംഭവമാണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹൈറ്റ് 1680 മില്ലിമീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ വാഹനത്തിന്. എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഹൈറ്റുള്ള ഒരു വാഹനമേ ഉള്ളൂ ഈ സെഗ്മെൻറ്റിലും. തൊട്ടടുത്ത സെഗ്മെൻറ്റിൽ നോക്കിയാൽ അത് മാരുതിയുടെ ബ്രസയാണ്. ബാക്കി എല്ലാ വാഹനങ്ങളും ഇതിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞ വാഹനങ്ങളാണ് എന്ന് പറയുമ്പോൾ അതും മനസ്സിലാക്കാമല്ലോ എത്രത്തോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം. താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം അങ്ങനെ ബാക്കിലേക്ക് നീളുന്നുണ്ട്. ഒരു ക്ലാഡിങ്ങും അതോടൊപ്പം തന്നെ നീളുന്നു. ഈ ഭാഗത്ത് ഈ ബി പില്ലറിൻ്റെ ഭാഗം അല്പം വീതി കൂടി വന്നിരിക്കുന്നു. പക്ഷേ പിൻഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും വളരെ വിശാലമായ ഗ്ലാസ് ഏരിയ. അതുതന്നെയാണ് പിൻഭാഗത്ത് സ്പേസും അതുപോലെ ഗ്ലാസ് ഏരിയയും എല്ലാം ധാരാളം ഉള്ളത് നമുക്കുള്ളിരിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. അതുപോലെ ഇവിടെ ഒരു കോർണർ ഗ്ലാസ് കൂടാതെ മറ്റൊരു കോർണർ ഗ്ലാസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് പിൻഭാഗത്തേക്ക് വരുമ്പോഴാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴൊക്കെ നല്ല രസകരമായ രൂപമാണ്. അതായത് ഒരു വളരെ ഉയർന്നു നിൽക്കുന്ന സ്റ്റാൻസ്, ടോൾ ബോയ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് ഫ്യൂൽ ലിഡ് കാണുന്നു. ഇവിടെയും വളരെ കനത്ത ഒരു വീലാർസിൽ ക്ലാഡിങ് കാണുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സൈഡിൽ നിന്ന് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഭാഗം തുടരുന്നുണ്ട് എന്ന് കാണാം. അതും രസകരമായൊരു കാര്യമാണ്. അതിൽ നമ്മളിപ്പോൾ ഇൻഡിക്കേറ്ററാണ് ഇട്ടിരിക്കുന്നത്, അതാണ് അവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ LED സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. അത് ഭംഗിയായിട്ടുണ്ട്. അത് പിൻഭാഗത്തെ രാത്രികളൊക്കെ നോക്കുമ്പോൾ രസകരമായ രൂപം സമ്മാനിക്കുന്നുമുണ്ട്. പിൻഭാഗം ഒരു ചെറിയ ബസ്സാണ് എന്നാണ് പറയേണ്ടത്. ബസ്സിൻ്റെ ഒരു രൂപം എന്ന് തന്നെ ഉള്ളൂ. അല്ലാതെ വലിയ ഗിമ്മിക്സ് ഒന്നും കൊടുത്തിട്ടില്ല ഡിസൈൻ്റെ കാര്യത്തിൽ. പക്ഷേ ഗ്ലാസ് ഏരിയയൊക്കെ വളരെ വിശാലമാണ്. ഷാർഫിൻ ആൻറ്റിന ഉണ്ട്. ഇവിടെ നമ്മൾ പറയാൻ വിട്ടുപോയത് റൂഫ് റെയിലാണ്. പക്ഷേ അത് വളരെ പ്രൊമിനൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് സിൽവർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഡീഫോഗറുണ്ട്. പിൻഭാഗത്തേക്കും വൈപ്പർ കൊടുത്തിട്ടുണ്ട്. കിയുടെ ബാഡ്ജിങ്, സിറോസ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ. ഇത് ഓട്ടോ എന്നുള്ള ബാഡ്ജിങ്ങാണ്. ഡീസലാണോ പെട്രോളാണെന്ന് കൊടുത്തിട്ടില്ല. ഓട്ടോ എന്നുള്ള ബാഡ്ജിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഉയർന്നു നിൽക്കുന്ന വാഹനമാണ്. പിൻഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങും അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് പ്രധാനമായും എന്താണ് ബൂട്ട് സ്പേസ് എന്നുള്ള കാര്യമാണ്. പോകടാ, ഇതാ മോശമല്ലാത്ത ബൂട്ട് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 390 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം കൂടി കമ്പനി പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സീറ്റ് അല്പം മുന്നിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അതായത് പിൻഭാഗത്തെ സീറ്റുകളൊക്കെ ഫോൾഡ് ചെയ്യാൻ പറ്റുകയും സ്ലാൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് അല്പം മുന്നിലേക്ക് വയ്ക്കുമ്പോൾ 465 ലിറ്ററായിട്ട് മാറും. പക്ഷേ ഈ സീറ്റ് കണ്ടോ, ഇതല്പം ബാക്കിലേക്കാണ് ഇരിക്കുന്നത്. ഈ സീറ്റും കൂടി മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ ഈ സ്പേസ് കൂടുന്നു. അങ്ങനെ 465 ലിറ്റർ ആകും. സാധാരണ ഇതിൽ നമ്മളെപ്പോഴും പറയുന്നത് എന്താ, ഫോൾഡ് ചെയ്യുമ്പോൾ ഇത്ര കൂടും, ഒരു സീറ്റ് ഫോൾഡ് ചെയ്യുമ്പോൾ ഇത്ര കൂടും, 2 സീറ്റ് ഫോൾഡ് ചെയ്യുമ്പോൾ ഇത്ര കൂടും എന്നൊക്കെയാണ്. പക്ഷേ ഇതങ്ങനല്ല. അല്പം മുന്നിലേക്ക് സീറ്റ് നീക്കുമ്പോൾ എത്ര കൂടുമെന്ന് ആദ്യമായിട്ടൊരു കമ്പനി പറയുന്നത് കേട്ടത് ഇപ്പോഴാണ്. എന്തായാലും അത് ഇവിടെ വന്നല്ല, ഡൽഹിയിലുണ്ട് നമ്മുടെ ഫാൻസ്. മോനെ
കണ്ടോ, എല്ലാം നോക്കി കണ്ടു പോയി തിരിച്ചു പോയി. അപ്പോൾ എന്തായാലും അല്പം ഉയർന്ന പ്രൊഫൈലുള്ള വാഹനമായതുകൊണ്ട് സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ ഒരല്പം ഉയരം ഉണ്ട് തീർച്ചയായിട്ടും. എങ്കിൽ പോലും മോശമല്ലാത്ത ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു പാഴ്സൽ ട്രേയും ചീത്തപ്പേര് കൈകാരിക്കാൻ വേണ്ടി അതും കൊടുത്തിട്ടുണ്ട്. സ്പെയർ ടയറിൻ്റെ അവസ്ഥ നോക്കാം. സ്പെയർ ടയർ കൊടുത്തിട്ടുണ്ട്. 15 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 17 ആണ് ഇതിൻ്റെ ഒരു ടയർ സൈസെങ്കിൽ സ്പെയർ ടയറിലേക്ക് വരുമ്പോൾ അത് 15 ഇഞ്ചാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ രസകരമായ ഡിസൈൻ, ആര് കണ്ടാലും നോക്കുന്ന ഡിസൈൻ, ഇപ്പോഴത്തെ അവസ്ഥയിൽ വരുന്ന വഴിക്ക് എല്ലാവരും തിരിഞ്ഞു നോക്കിയ ഡിസൈൻ, അതൊക്കെയാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഈ തീർച്ചയായിട്ടും കണ്ടുപഠിക്കേണ്ടത് സ്കോഡ പോലുള്ളവരൊക്കെയാണ്. അവരൊക്കെ ചെയ്യുന്നത് ആ ഒരു ഗ്രില്ലെന്നൊക്കെ പറഞ്ഞൊരു ഭാരമാണ് അവർക്കെന്ന് തോന്നുന്നു. ഗ്രില്ലെടുത്ത് നേരെ മുന്നിലേക്ക് വെക്കും. അതിന് ശേഷമാണ് വാഹനം ഡിസൈൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ചെയ്തു വരുമ്പോൾ മറ്റേതൊരു മോഡലിൻ്റെയും രൂപത്തോട് സാമ്യം തോന്നും. ഇതങ്ങനൊന്നുമില്ല. വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു ലുക്ക് തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട്. ഇപ്പോൾ മാരുതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മാരുതിയുടെ ഏതെങ്കിലും വാഹനങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്നുമില്ല. എല്ലാം വളരെ വ്യത്യസ്തമായ ഡിസൈൻ, വ്യത്യസ്തമായ ഗ്രില്ലുകൾ. ആ തരത്തിലാണ് വാഹനങ്ങൾ മാറേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഒരു ഗ്രില്ലിൽ നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരേ രൂപത്തിലുള്ള വാഹനങ്ങൾ നിർമ്മിക്കരുത് എന്ന് എൻ്റെ പേരിലും പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അപേക്ഷിച്ചുകൊണ്ട് നമുക്കിനി ഇൻറ്റീരിയറിലേക്ക് പോകാം. എത്രത്തോളം വ്യത്യസ്തമാണ് സിറോസിൻ്റെ എക്സ്റ്റീരിയർ, അതുപോലെ തന്നെ വ്യത്യസ്തമാണ് ഇൻറ്റീരിയർ എന്നാണ് പറയേണ്ടത്. ഉൾഭാഗത്തേക്ക് കയറുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്ന സ്പേസാണ് എവരി വെയർ ദർ ഇസ് സ്പേസ് എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. അത് മുൻഭാഗത്തായാലും പിൻഭാഗത്തായാലും അതെ. മുൻഭാഗത്ത് സ്പേസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഡാഷ്ബോർഡ് വളരെ ഭംഗിയായിട്ട് അങ്ങോട്ടൊക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഒരു വലിയ ഹെവി ഫീൽ വരാത്ത രീതിയിൽ. അതുകൊണ്ട് ഇഷ്ടം പോലെ സ്പേസ് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ കളേഴ്സ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. പല കളേഴ്സുണ്ട്. ഇതിൻ്റെ ഓരോ വേരിയൻറ്റിലും നിങ്ങൾക്ക് ഓരോ ഇൻറ്റീരിയർ കളേഴ്സ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാകുമ്പോൾ ഇവിടെ വരുന്നത് ഇത്തരത്തിലുള്ള ഒരല്പം മങ്ങിയ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ആഷ് ഫിനിഷും, അതുപോലെ തന്നെ ഇവിടെ അല്പം കൂടി ഡാർക്കായിട്ടുള്ള ഫിനിഷും, ഇവിടെ വീണ്ടും ഒരു പിയാനോ ആഷ് ഫിനിഷ്, താഴെയായിട്ട് ചെറിയ ബ്ലാക്ക് ഫിനിഷ്, വീണ്ടും ഡാർക്ക് ആഷ് ഫിനിഷ്. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായ കളേഴ്സ്. ഇങ്ങനെ കേട്ടോ. ഇനി കുറച്ച് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് പറ്റിയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്നാലും ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള വീണ്ടും ഒരു വളരെ ലൈറ്റ് ഡാർക്ക് ബീജ് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ അതൊക്കെ ഇവിടെയും വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ രസകരമായ മിക്സാണ് കൊടുത്തിരിക്കുന്നത്. വളരെ എലഗൻസും അതുപോലെ തന്നെ ഒരു പ്രൗഢിയുള്ള കളേഴ്സും തന്നെയാണ് പറയേണ്ടത്. കിയയുടെ ഏതൊരു വാഹനവും പോലെ തന്നെ വലിയ സ്ക്രീനുകളാണ് നമ്മൾ കാണുന്നത്. 12.3 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകളാണ്. ഒന്ന് ഇൻഫർടൈൻമെൻറ്റിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇത് മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തുള്ള സ്ക്രീനുമായിട്ടാണ് കാണുന്നത്. സ്വിച്ചുകളൊക്കെ വളരെ രസകരമാണ്. എല്ലാം നന്നായിട്ട് ഒതുങ്ങി ചേർന്നിരിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഇതിൻ്റെ അധികം നമുക്ക് ടച്ച് സ്ക്രീനിൽ പ്രവർത്തിപ്പിക്കാമെങ്കിൽ പോലും ഇവിടെയുള്ള ഫിസിക്കൽ സ്വിച്ചുകൾ, സെറ്റപ്പ്, മീഡിയ, വോളിയത്തിൻ്റെ സ്വിച്ച്, അതുപോലെ സെർച്ച്, മാപ്പ്, ഹോം എല്ലാം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. മാപ്പിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. വളരെ പെട്ടെന്നാണ്, വളരെ ഫാസ്റ്റായിട്ടുള്ള, അതായത് കിയ തന്നെ പറയുന്നത് ഇപ്പോഴുള്ള സ്ക്രീനുകളെക്കാളും 50% കൂടുതൽ ഫാസ്റ്റാണ് ഈ സ്ക്രീൻ എന്നുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ AC-യുടെയും മറ്റും കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. മോഡ് ഇല്ല, നിന്നോടൊന്നും പറഞ്ഞില്ല. മോഡ്, അതുപോലെ ഓട്ടോ, ടെമ്പറേച്ചർ എല്ലാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ സീറ്റുകൾ വെൻറ്റിലേറ്റർ ആണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത് ഫ്രണ്ടിലെ 2 സീറ്റും ബാക്കിലെ സീറ്റും വെൻറ്റിലേറ്ററാണ്. അത് തീർച്ചയായിട്ടും ഈ ഒരു സെഗ്മെൻറ്റിൽ അധികം കാണാത്ത കാര്യമാണ്. എന്നാൽ ഇവിടം വരെയാണ് കേട്ടോ വെൻറ്റിലേഷൻ വന്നിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴില്ല. എന്തായാലും നടുവിനുമൊക്കെ ഒരു ചൂട് കിട്ടുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ തന്നെ ഇവിടെ 9 ഡിഗ്രിയാണ്. ഞങ്ങളൊക്കെ ചൂടാക്കിയിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. പിന്നെ കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് ഇവിടെ 2-3 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. സി ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വലിയ ഒരു 12 വോൾട്ടിൻ്റെയും ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡാണ്. ഈ ഒരു പൊസിഷൻ നല്ലതാണ്, കാരണം ഫോൺ റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആരാ വിളിക്കുന്നതൊക്കെ നോക്കാൻ സാധിക്കും. പക്ഷേ അതെല്ലാം നമുക്ക് സ്ക്രീനിൽ കാണാമെങ്കിൽ പോലും അത് നമ്മൾ സ്ഥിരമായിട്ട് ഓടിക്കുന്ന വാഹനത്തിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഓടിക്കാൻ കിട്ടുന്ന വാഹനത്തിൽ അത്തരം സെറ്റപ്പ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള തുറന്ന സമീപനമാണ് ഈ കാര്യത്തിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഭാഗത്തേക്ക് വളരെ മനോഹരമായ
ഒരു ഡ്രൈവ് സെലക്റ്റാണ് ഈ കാണുന്നത്. ഇത് വളരെ രസകരമായിട്ടുണ്ട് അതിൻ്റെ രൂപം. അതിലൊക്കെ ചെറിയ കളേഴ്സൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ 360 ഡിഗ്രി ക്യാമറ, പാർക്ക് സെൻസറൊക്കെയാണ് ഇവിടെ കാണുന്നത്. 360 ഡിഗ്രി ക്യാമറയ്ക്ക് നല്ല, അത് പിന്നെ കിയയുടെ ഒന്നും കാര്യമില്ല, പറയേണ്ട കാര്യമില്ല, നല്ല റെസൊല്യൂഷനുള്ള ക്യാമറയും കാര്യങ്ങളും എപ്പോഴും കൊടുക്കുക. അതങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പലതരത്തിലുള്ള വിഷ്വലുകളൊക്കെ കാണാം. ഈ സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ ഷോയിലെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം പോലെ ഉണ്ട്. ഉണ്ടോ? അത്തരം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും 2 കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കപ്പ് ഹോൾഡേഴ്സ് ആണെന്ന് മാത്രമല്ല, ഇത് നമുക്ക് കപ്പ് ഹോൾഡറായിട്ട് ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് പുഷ് ചെയ്താൽ, അല്ല ഇത് കപ്പ് ഹോൾഡറായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ വേണമെങ്കിൽ മടക്കി അങ്ങനെ കൊണ്ട് വെച്ചാൽ അതവിടെ അങ്ങനെ ഇരുന്നോളും. സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സ്പേസായിട്ട് മാറുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ നല്ലൊരു ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. സീറ്റുകൾ 2 4-വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് എന്ന് പറയുമ്പോൾ തരക്കേടില്ലാത്ത രീതിയിലുള്ള പൊസിഷനുകളൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷേ സീറ്റിൻ്റെ ഹൈറ്റ് മാത്രം നമുക്ക് മാനുവലിയാണ് ഇവിടെ ഉയർത്താൻ സാധിക്കുക. പക്ഷേ പിന്നിലേക്കുള്ള സ്ലാൻഡ് ചെയ്യുന്ന പൊസിഷനും അതുപോലെ തന്നെ മുന്നിലേക്കും പിന്നിലേക്കും ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കിയയുടെ ഏറ്റവും പുതിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. പല കാര്യങ്ങളും ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വയർലെസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ OT അപ്ഡേറ്റ്സ് പോലുള്ള കാര്യങ്ങൾ, അതായത് വാഹനത്തിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇതിനകത്ത് കാണുകയും ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുകയും ചെയ്യാം. കൂടാതെ വാഹനം എവിടെയെങ്കിലും വെച്ച് ഒന്ന് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് നേരെ ഈ ഇവരുടെ കോൾ സെൻറ്ററുമായിട്ട് സംസാരിക്കുകയും അവർക്ക് അതിൻ്റെ പ്രശ്നം എന്താണ് ഡയഗ്നൈസ് ചെയ്ത് ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഇതിൽ പരിഹരിച്ച്, സോഫ്റ്റ്വെയർ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ പരിഹരിക്കാനും സാധിക്കും. അത്തരമുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നാവിഗേഷനും പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ, മീഡിയയിലേക്ക് വരുമ്പോൾ അത്തരം കാര്യങ്ങൾ. പിന്നെ ഒരു 8 സ്പീക്കറിൻ്റെ ഗംഭീര ഒരു ഹാമൻ ഗാർഡൻ മ്യൂസിക് സിസ്റ്റം ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്തായിരുന്നു, ഹോമിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു പോകാം. മീഡിയ, ഫോണ്, വെതർ, കലണ്ടർ, സെറ്റിങ്സ്, വാലറ്റ് മോഡ്, നോട്ടിഫിക്കേഷൻ, വെഹിക്കിൾ ഡയഗ്നോസ്റ്റിക്സ്, ഷെയർ ഡെസ്റ്റിനേഷൻ, ഫോൺ പ്രൊജക്ഷൻ, ഇങ്ങനെ എല്ലാവിധ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കിയ ഒരിക്കലും അത്തരം കാര്യങ്ങൾ മോശമാക്കാറില്ല. അതെല്ലാം ഭംഗിയായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ കീ പോലുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് കീ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് ഡിജിറ്റലി തന്നെ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാം. ഫോണിലെ ആപ്പിൽ സെറ്റ് ചെയ്യാം. അത്തരം എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർക്ക് അസിസ്റ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അത് ഈ ഒരു അഡാസ് ഫീച്ചേഴ്സിൽ വന്നിട്ടുമുണ്ട്. ഇനി സ്റ്റോറേജ് സ്പേസുകളിലേക്ക് കൂടുതൽ പോവുകയാണെങ്കിൽ ഇവിടെ സാമാന്യം വലിയ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ അവിടേക്ക് വരുമ്പോൾ 2 കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഹാമൻ ഗാർഡൻ എന്നെഴുതിയ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കറാണ് അവിടെ കാണുന്നത്. മേലോട്ട് പോകുമ്പോൾ ഒരു പതിവില്ലാത്ത വര മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. അതിലൊരു സ്വിച്ചും കാണാം. അതാണ് വെൻറ്റിലേറ്റഡ് സീറ്റുകളുടെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഡാഷ്ബോർഡിൽ കൊടുത്തിരിക്കുന്ന ഭംഗിയായിട്ടുണ്ട്. പിന്നെ നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട്. കളേഴ്സൊക്കെ ഇത് ഏതാണ്ട് നമ്മൾ ഈ ഡാഷ്ബോർഡിൽ കാണുന്ന കളേഴ്സൊക്കെ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ടുണ്ട് ആ ഒരു ഭാഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. സ്റ്റിയറിംഗ് വീലിൻ്റെ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ്. ഹൈറ്റ് കൂട്ടാനും മറ്റും നമുക്ക് മാനുവലിയാണ് സാധിക്കുക. സൈഡിലേക്ക് പോകുമ്പോൾ കുറേ സ്വിച്ചുകൾ കാണാം. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ ഡ്രൈവ് മോഡുകൾ എന്ന് പറയുമ്പോൾ ഡ്രൈവ് മോഡ് നമുക്ക് ഈ സ്ക്രീനിൽ കാണാം. സ്പോർട്ട്, മാനുവൽ, ഇക്കോ 3 മോഡുകൾ കാണാം. ഈ സൈഡിലേക്ക് വരുമ്പോൾ ട്രാക്ഷൻ കൺട്രോളിൻ്റെ മോഡുകളൊക്കെയാണ്. ഇതൊക്കെ പോർഷയിലൊക്കെ കാണുന്ന പോലെയാണ് സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. സ്നോ, മഡ്, സാൻഡ്, അങ്ങനെ 3 ട്രാക്ഷൻ മോഡുകൾ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടത് നന്നായി. ഇപ്പോൾ നമ്മൾ സാൻഡിലാണ് കിടക്കുന്നത്, തിരിച്ചു വരുമ്പോൾ മിക്കവാറും ഉപയോഗിക്കേണ്ടി വരും ആ മോഡൊക്കെ. അതുപോലെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ ഇവിടെയുണ്ട്. ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് വോളിയം കൺട്രോളിൻ്റെ സ്വിച്ചുകളും മറ്റുമാണ്. ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു ഓട്ടോമാറ്റിക് മോഡലിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ പാർക്കിങ്ങിൻ്റെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ മോഡ് സ്വിച്ച്, അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ്. ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അതിന് ഫോൾഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡോർ ലോക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും നിലവാരം തീർച്ചയായിട്ടും വളരെ ഗംഭീരമായ നിലവാരമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിസിബിലിറ്റി എന്ന് പറയുന്നതും ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. വിസിബിലിറ്റിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ സീറ്റ് ഒരല്പം ഉയർത്തി വെക്കണം. താഴ്ന്നിരിക്കുന്ന സീറ്റിംഗ് പൊസിഷനിൽ ഒരല്പം ഉയർന്നിരിക്കുന്ന പോലെ തോന്നും ഡാഷ്ബോർഡ്. പക്ഷേ സീറ്റ് ഉയർത്തി വെച്ചാൽ ആ പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെടുകയുമില്ല. പിന്നെ കിയയുടെ മറ്റ് പല വാഹനങ്ങളും കാണുന്ന പോലെ ഡാഷ് ക്യാമാണ് കൊടുത്തിരിക്കുന്നത്. ഡാഷ് ക്യാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വെളിയിലെ മാത്രമല്ല ഉള്ളിലെ വിഷ്വൽ കൂടി ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വഴക്കൊക്കെ ഉണ്ടാക്കേണ്ട കാര്യം വരുന്നില്ല. നീ എന്നെ കൊണ്ടുവന്ന് ഇടിപ്പിച്ചു, ഞാൻ നിന്നെ കൊണ്ടുവന്ന് ഇടിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പെരുവഴിയെന്ന് വഴക്കുണ്ടാക്കേണ്ട എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ വളരെ കൃത്യമായിട്ട് കാണും. അതുമൊക്കെ കിയയുടെ വാഹനങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടുവരുന്നതാണ്. പിന്നെ വിശാലമായ സൺറൂഫ് എന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സൺറൂഫാണ്. മുൻഭാഗത്ത് ഈ ഒരു പകുതി വരെയുള്ള ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പിൻഭാഗത്തെ ഗ്ലാസ് ഏരിയ ആയിരിക്കും. പക്ഷേ അത് നമുക്ക് പൂർണ്ണമായിട്ടും ഫ്ലാപ്പ് കൊണ്ട് അടയുകയും ചെയ്യും.
എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ചില വാഹനങ്ങളിൽ കാണുന്ന പോലെ കേടുതന്നെയുള്ള വാഹനങ്ങളുണ്ടത് മൂൺ റൂഫ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ഇങ്ങനെ വന്ന് അടയുന്നൊരു ഫ്ലാപ്പ് ഉണ്ടാകില്ല. പക്ഷേ UV ട്രീറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകാശം ഉള്ളിലേക്ക് വരുമെങ്കിൽ ചൂട് അങ്ങനെ വരാറില്ല. ഇത് പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഓപ്പൺ ചെയ്യാനും സാധിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹെഡ് റൂമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇഷ്ടം പോലെയാണ്. യാതൊരു ആശങ്കയും ആ കാര്യത്തിൽ വേണ്ട. ലെഗ് സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട. എല്ലാം വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് പിൻഭാഗത്തെ സീറ്റിൻ്റെ സ്പേസാണ്. നമുക്ക് പിൻഭാഗത്തിരിക്കാം. വളരെ വിശാലമായിട്ട് തുറക്കാവുന്ന ബാക്ക് ഡോറാണ്. അതങ്ങനെ വിശാലമായി തന്നെ തുറന്ന് വെച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉള്ളിലേക്ക് കയറാം. അമ്മേ, ഇത് കണ്ടോ എന്താ സ്പേസ്, ഒരു രക്ഷയില്ല കേട്ടോ. കാര്യത്തിൽ സമ്മതിച്ചേ പറ്റൂ. 1045 മില്ലിമീറ്റർ ലെഗ് സ്പേസ് ആണ് പിൻഭാഗത്ത്. അതായത് 945 തൊട്ട് 1045 വരെ എന്നാണ് കമ്പനി പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുന്നിലേക്ക് നീക്കി പിന്നിലേക്ക് നീക്കുമ്പോഴൊക്കെ ഉള്ള വെച്ചിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെഗ് സ്പേസിൻ്റെ അടുത്ത് പോലും ഇല്ല തൊട്ടടുത്ത സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ പോലും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് അളന്ന് നോക്കാൻ പറ്റില്ലെങ്കിൽ ഇരിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുള്ള ഒരു സംശയമില്ല. അതുപോലെ സീറ്റിൻ്റെ ആണെങ്കിലും കുഷനിങ് ഒക്കെ വളരെ നല്ല കുഷനിങ്ങാണ്. നല്ല തൈ സപ്പോർട്ടുണ്ട്. അത് മുൻഭാഗത്തും ഉണ്ടായിരുന്നുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇവിടെയും വെന്റിലേറ്റഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ സ്വിച്ച് അതും ആ ഡോർ പാർട്ടിൻ്റെ മേൽഭാഗത്ത് കാണാം, വെന്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ച്. മറ്റൊരു കാര്യമുള്ളത്, പക്ഷേ അത് ഈ താഴെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന ഭാഗത്ത് കൂടി മുന്നിലെ സീറ്റിലുണ്ടെങ്കിൽ ഇത് താഴെ മാത്രമേ ഉള്ളൂ. അതായത് അടിയിൽ നിന്നാണ് ചൂട് വരിക, കുണ്ഠിതപ്പെടേണ്ട എന്നാണ് പറഞ്ഞു വരുന്നത്. മുൻഭാഗത്ത് ഇവിടെ കൂടെ കിട്ടുമെങ്കിൽ ഇവിടെ ഈ താഴെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും സ്മാർട്ട് എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സ്ഥിരമായി ഹ്യുണ്ടായുടെ അല്ലെങ്കിൽ കിയയുടെ വാഹനങ്ങൾ കാണുന്നത് തന്നെയാണ്. ഇവിടത്തേക്ക് AC വെൻറ്റ് വന്നിരിക്കുന്നു. 2 ചാർജിങ് പോർട്ടുകൾ അവിടെ കൊടുത്തിരിക്കുന്നു. വളരെ ഫ്ലാറ്റായ ഫ്ലോറാണ് ഇലക്ട്രിക് വാഹനങ്ങളതുപോലെ. അതുകൊണ്ട് തന്നെ 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് കമ്പനി പറയുന്നത് എന്താണ്, സീറ്റ് സ്ലാൻ ചെയ്യാം എന്നുള്ള കാര്യമാണ്. അതിനായിട്ട് നമുക്ക് ഈ ഭാഗത്ത് പിടിച്ചങ്ങോട്ട് വലിക്കുക. ഇത്രയധികം സ്ലാൻഡിങ് പൊസിഷൻ കിട്ടുന്നുണ്ട്. സുഖമായിട്ട് ചാരിയിരിക്കാൻ സാധിക്കും. കാല് നീട്ടി വെച്ചിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. സീറ്റിനടിയിലേക്ക് കാല് കയറ്റി വെച്ചാൽ സുഖമായി ഇരിക്കാവുന്ന ഒരു പൊസിഷൻ നമുക്ക് കിട്ടും. പിന്നെ നടുവിൽ ആളില്ലെങ്കിൽ നല്ലൊരു ആംറസ്റ്റ് ഉണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ബോട്ടിലാണ് അവിടെ വയ്ക്കാൻ പറ്റുക. പക്ഷേ ഹാമൻ ഗാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഗംഭീരമായി കൊടുത്തിട്ടുണ്ട്. നല്ല ആംറസ്റ്റും ഉണ്ട്. കൂടാതെ എക്രോസ് വേരിയൻസ് ഇവിടെ സൺബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. മാനുവലി ഉയർത്തി വയ്ക്കാവുന്ന സൺബ്ലൈൻഡ്, ഇതൊന്നും ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ തീരെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ സെൽറ്റോസ് അതുപോലെ സോണറ്റ്, ഈ 2 വാഹനങ്ങളുടെ ഇടയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്ഥാനം. പക്ഷേ സോണറ്റിൽ പോലും കാണാത്ത അല്ലെങ്കിൽ സെൽറ്റോസിൽ പോലും കാണാത്ത പല കാര്യങ്ങളും ഇതിലുള്ളപ്പോൾ എന്തിനു പിന്നെ സെൽറ്റോസിലേക്ക് പോകണം അല്ലെങ്കിൽ സോണറ്റിലേക്ക് പോകണം എന്നൊക്കെ നമ്മൾ ആലോചിച്ചേക്കാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും സെൽറ്റോസ് എന്ന് പറയുന്നത് കുറേ വലിപ്പമുള്ള വാഹനമാണ്. കുറച്ചുകൂടി എന്താ പറയുക ഉയരമൊക്കെ ഉണ്ട്. സംഭവമൊക്കെ ശരി തന്നെയാണ്. എങ്കിൽ പോലും അതിലുള്ള പല ഫീച്ചേഴ്സിൽ വരുമ്പോൾ പിന്നെ എന്താകും സെൽറ്റോസിൻ്റെ അവസ്ഥ എന്ന സംശയം തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പിൻഭാഗത്ത് കൂടുതൽ സ്പേസ് ഉണ്ട്. അത്തരം പല കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിന് കാര്യം നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ സെൽറ്റോസ് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പോകുന്ന പലരും ഇത് കാണുമ്പോൾ ഇതിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. കിയയുടെ കാര്യത്തിൽ ഓരോരോ വാഹനങ്ങൾ വരുമ്പോഴും ഫീച്ചേഴ്സ് അങ്ങനെ കൂടി വരുന്നുണ്ട്. ഇത്തരം കൺഫ്യൂഷൻ ഏതൊരു വാഹനം വാങ്ങിക്കാൻ ചെല്ലുന്നവർക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും പിൻഭാഗത്ത് ലെഗ് സ്പേസ് അതുപോലെ തന്നെ ഹെഡ് സ്പേസ് എടുത്ത് പറയേണ്ട കാര്യം കേട്ടോ. അതിന് അസാമാന്യമായ ഹെഡ് സ്പേസാണ്. കാരണം അത്രയധികം ഉയരമുള്ളൊരു വാഹനമാണിത്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും മിടുക്കനാണ് ഇദ്ദേഹം എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കിനി ഓടിച്ച് നോക്കാം. കാരണം അഡാസ് ഫീച്ചേഴ്സ് ധാരാളമുണ്ട്. മറ്റു വാഹനങ്ങളിൽ പലരും ഇല്ലാത്ത അഡാസ് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അഡാസ് ഫീച്ചേഴ്സൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഓടിച്ച് നോക്കാം. ആ കാര്യത്തിലും പല വാഹനങ്ങളെക്കാളും മുന്നിലാണ് സിറോസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇനി നമുക്കിനി ഡ്രൈവിലേക്ക് പ്രവേശിക്കാം.
കിയ സെറോസിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്കിലുള്ളത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഈ ഡീസൽ എഞ്ചിൻ നമ്മൾ സെൽറ്റോസിൽ കണ്ടത് തന്നെയാണ്. അത്യാവശ്യം റിഫൈൻഡ് ആണ്, എങ്കിൽ പോലും ചെറിയ വൈബ്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് സൗണ്ടുണ്ട്, ഓഡിബിളായിട്ടുള്ളൊരു എഞ്ചിനാണ്. എങ്കിൽ പോലും മൈലേജ് ഒക്കെ ഗംഭീരമായതുകൊണ്ട് 20 കിലോമീറ്റർ അടുത്ത് മൈലേജൊക്കെ ഉള്ളതുകൊണ്ട് സെൽറ്റോസിൻ്റെ കാര്യത്തിൽ ആരും പരാതിയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷേ നമ്മൾ നന്നായിട്ട് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ദ്വാരക ഹൈവേയിലാണ്, അതായത് 120 ആണ് നമുക്ക് ഇവിടുത്തെ മാക്സിമം സ്പീഡ് എടുക്കാവുന്നത്. ആ ഒരു സ്പീഡിലേക്ക് കടന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ തരത്തിൽ ഗിയർ ഷിഫ്റ്റ് ഒക്കെ കഴിയുമ്പോൾ 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആണല്ലോ, അപ്പോൾ 6th ഗിയറിലേക്ക് എത്തുമ്പോഴേക്കും വളരെ സ്മൂത്ത് ആകുന്നുണ്ടെങ്കിൽ പോലും തുടക്കത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് കാല് കൊടുക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ സ്റ്റിയറിങ്ങിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഡീസൽ എഞ്ചിനുകളുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ മറ്റ് കമ്പനികളൊന്നും ഡീസൽ എഞ്ചിൻ നിർമ്മിക്കാത്തൊരു സാഹചര്യത്തിൽ നല്ല മൈലേജുള്ള ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള തരക്കേടില്ലാത്ത ഡീസൽ എഞ്ചിൻ എൻ്റെ കാര്യത്തിൽ ഇത്രയും ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ണടയ്ക്കാവുന്നുള്ളൂ. എന്തായാലും സ്കോഡ ഇപ്പോൾ തിരിച്ചു വരുന്നു എന്ന് കേൾക്കുന്നു, ഡീസൽ എഞ്ചിനുമായിട്ട്. ഇപ്പോൾ പുതിയ ഒക്ടേവിയയിലൊക്കെ ഡീസൽ എഞ്ചിനുമായിട്ട് വരുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ഡീസൽ കാലം ഉണ്ടായേക്കാം. എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇതൊരു പക്ക SUV സ്റ്റാൻസ് ഉള്ള വാഹനമാണ്. അത് കാഴ്ചയിലാണെങ്കിലും അതെ, സീറ്റിംഗ് പൊസിഷനാണെങ്കിലും അതെ, എല്ലാ കാര്യങ്ങളും. തന്നെയുമല്ല സ്റ്റിയറിംഗ് വീൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മാനുവലി, സീറ്റിൻ്റെ ഹൈറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം, കൂടാതെ സീറ്റിൻ്റെ പൊസിഷൻ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അത്തരം കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നല്ല മികച്ചൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താൻ സാധിക്കും. പിന്നെ വിസിബിലിറ്റിയാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അപാരം എന്ന് വിളിക്കാവുന്നത്. ഒട്ടും ക്രാംഡ് ആയിട്ടുള്ള ഫീല് തോന്നില്ല, അത് സെക്കൻഡ് റോയിലായാലും മുന്നിലായാലും എവിടെയായാലും. കാരണം അത്രയും വിശാലമായ ഗ്ലാസ് ഏരിയയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഒട്ടും തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാകരുത് എന്ന് വാശിയുള്ളതുപോലെയാണ് വലിയ കോർണർ ഗ്ലാസ്, ഇത്രയും വലിയ ഗ്ലാസ് ഏരിയയ്ക്ക് പോലും കോർണർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളവൊന്നും എടുക്കുമ്പോൾ ഒരു തരത്തിലും നമുക്ക് ഒരു ബ്ലൈൻഡ് സ്പോട്ട് പോലുള്ള പരിപാടികളൊന്നും തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഇപ്പോൾ പലതരത്തിലുള്ള ടെറൈനിൽ കൂടെ നമ്മളിപ്പോൾ ഈ വാഹനം ഓടിച്ചു. ഹില്ലി ടെറൈൻ ഓടിച്ചു, ഹൈവേയിൽ ഓടിച്ചു, അതുപോലെ സിറ്റിയിൽ ഓടിച്ചു, എല്ലായിടത്തും ഓടിച്ചു. വളരെ ഗംഭീരമായ ഡ്രൈവബിലിറ്റി ഉള്ള ഒരു എഞ്ചിനാണ്. അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങളും. ഒരു വാഹനത്തിൻ്റെ ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, എഞ്ചിൻ്റെ പെർഫോമൻസ് ഉണ്ട്, സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് ഉണ്ട്, അങ്ങനെ ആക്സിലറേഷൻ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒന്നിലും മോശമെന്ന് പറയാനില്ല. എനിക്ക് ആകെ തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ വൈബ്രേഷൻ ഉള്ളൊരു എഞ്ചിനായിട്ട് അനുഭവപ്പെട്ടു. അത് പക്ഷേ സെൽറ്റോസിൽ അനുഭവിച്ചിട്ടുള്ളവർക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാകാൻ സാധ്യതയുമില്ല. എന്തായാലും പെട്രോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഇതുവരെ ഓടിക്കാൻ സാധിച്ചിട്ടില്ല. ഇതുകൊണ്ട് തിരിച്ച് ഹോട്ടലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ, വളരെ റിഫൈൻഡ് ആയിരിക്കും, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എഞ്ചിനിലേക്ക് കൂടുതൽ കടക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് പെട്രോൾ എഞ്ചിനെ പറ്റി പറയാം. പെട്രോൾ എഞ്ചിൻ 3 സിലിണ്ടർ എഞ്ചിനാണ്, ടർബോ എഞ്ചിൻ. 998 cc ആണ്, അതുപോലെ 120 bhp ആണ്. ടോർക്ക് 172 Nm. അതിൽ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും കൊടുത്തിട്ടുണ്ട്, അതുപോലെ 7 സ്പീഡ് DCTയും കൊടുത്തിട്ടുണ്ട്. പവറിൻ്റെ കാര്യത്തിൽ ഈ സെഗ്മെൻറ്റിലും തൊട്ടടുത്ത സെഗ്മെൻറ്റിലും ഒക്കെ നോക്കിയാലും ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ ആകപ്പാടെ നെക്സോണേ ഉള്ളൂ. അത്രയധികം പവർഫുള്ളായുള്ള എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അത് മോശമായ കാര്യമല്ല, അതുകൊണ്ട് തന്നെ പെട്രോൾ എഞ്ചിൻ വളരെ പവർഫുള്ളാണെന്ന് മനസ്സിലാക്കാം. ഡീസലിലേക്ക് വരുമ്പോഴാണെങ്കിൽ 1493 cc, അതായത് 1.5 ലിറ്റർ എഞ്ചിനാണ്. 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണിത്. 116 bhp ആണ് ഇതിൻ്റെ മാക്സിമം പവർ, 250 Nm മാക്സിമം ടോർക്ക്. അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ കാര്യത്തിലും ഏതാണ്ട് ഒരുപോലെയാണ് എല്ലാ ഈ സെഗ്മെൻറ്റിലെയും തൊട്ടടുത്ത സെഗ്മെൻറ്റിലെയും മറ്റു വാഹനങ്ങളും. നെക്സോൺ ആയാലും XUV3 എക്സോ ആയാലും വെന്യൂ, സോണറ്റ് എല്ലാം 116, 115, 117 bhpയിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഏതാണ്ട് മറ്റ് വാഹനങ്ങളുടെ സമാനമാണ് ഈ വാഹനത്തിൻ്റെയും പവർ എന്നാണ് പറയേണ്ടത്. ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിൽ മാക്സിമം പവർ കിട്ടുന്നത് 4000 RPM മാക്സിമം ടോർക്ക് 1500-നും 2750-നും ഇടയ്ക്കുള്ള RPM കിട്ടുന്നുണ്ട്. മൈലേജ് പറയുന്നത് മാനുവൽ ട്രാൻസ്മിഷനിൽ ഡീസലിൽ 20.75-ഉം 6 സ്പീഡ് ഓട്ടോമാറ്റിക് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേരിയൻറ്റിൽ 17.65 km/ലിറ്ററുമാണ്. പെട്രോളിലേക്ക് പോകുമ്പോൾ മാക്സിമം പവർ കിട്ടുന്ന 6000 RPM, മാക്സിമം ടോർക്ക് 1500-നും 4000 RPM ഇടയ്ക്ക്. മൈലേജ് നോക്കുകയാണെങ്കിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷന് 18.20-ഉം 7 സ്പീഡ് DCTക്ക് 17.68 km/ലിറ്ററുമാണ്. എന്തായാലും വളരെ റെസ്പോൺസീവായിട്ടുള്ള എഞ്ചിനാണ്. വൈബ്രേഷൻ്റെ കാര്യം മാത്രമേ എനിക്കൊരു ചെറിയ പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. വൈബ്രേഷൻ വെച്ചാൽ വലിയ വൈബ്രേഷൻ അല്ലെങ്കിൽ പോലും കുറച്ചുണ്ട്. എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം, ഞാൻ അധികം ഉപയോഗിക്കുന്നത് ഇപ്പോൾ പെട്രോൾ എഞ്ചിനോ പോലെ ഇലക്ട്രിക് കാറോ ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഡീസൽ എഞ്ചിനിലേക്ക് വരുമ്പോൾ കൂടുതൽ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. അല്ലാതെ അതങ്ങനെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള വൈബ്രേഷൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സസ്പെൻഷൻ്റെ കാര്യത്തിൽ കുറച്ച് ബമ്പി ആയിട്ട് തോന്നി. അതായത് ഒരു ഫേം സൈഡല്ല, കുറച്ച് ബമ്പി ഒരു സസ്പെൻഷനാണ്. അത് ഹൈവേയിലൊന്നും കുഴപ്പമില്ല, ചെറിയ ചാട്ടങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളിൽ വളരെ സ്മൂത്തായ ട്രാൻസ്മിഷൻ എന്ന് പറയാനാവില്ല. അതൊരു പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ വാഹനത്തിൻ്റെ പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കുറച്ച് ബമ്പി ആയിട്ടാണ് തോന്നിയത്. ഇനി എന്തൊക്കെയാണ് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ
6 എയർ ബാഗുകളുണ്ട്, ABS, അതുപോലെ ബ്രേക്ക് ഫോഴ്സ് അസിസ്റ്റ് സിസ്റ്റം, ESC, അത് പിന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ, TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ റിയർ പാർക്കിംഗ് സെൻസർ, പിന്നെ സ്പീഡ് സെൻസിങ്, ഓട്ടോ ഡോർ ലോക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കൂടാതെയാണ് അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. അഡാസിൻ്റെ ലെവൽ 2-ൽ മുന്നിലൊരു റഡാറുണ്ട്, അതുപോലെ തന്നെ മുന്നിലൊരു ക്യാമറയുണ്ട്, 360 ഡിഗ്രി ക്യാമറകൾ 4 കൊടുത്തിട്ടുണ്ട്, സൈഡ് സെൻസേഴ്സ് 4 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ വിപുലമായ അഡാസ് സംഭവങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഡ്രൈവിംഗ് സേഫ്റ്റിക്ക് ഒരു 13 തരത്തിലുള്ള ഡ്രൈവിംഗ് സേഫ്റ്റിയെ സഹായിക്കുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർവേഡ് കൊളിഷൻ വാണിംഗ്, അതുപോലെ ലൈൻ ഡിപ്പാച്ചർ വാണിംഗ്, ലൈൻ കീപ്പിംഗ് അസിസ്റ്റ്, ലൈൻ ഫോളോവിംഗ് അസിസ്റ്റ്, അതുപോലെ ഹൈ ബീം അസിസ്റ്റ്, ഡ്രൈവർ അറ്റൻഷൻ വാണിംഗ്, സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ വിത്ത് സ്റ്റോപ്പ് ആൻഡ് ഗോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ കൊടുത്തിട്ടുണ്ട്, പിന്നെ 360 ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് വരുന്നതാണ്. ഇതൊന്നും ഈ സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങളിൽ പലതിലും ഇല്ലാത്ത കാര്യങ്ങളുമാണെന്നുള്ള കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 20-ലധികം സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സുമുണ്ട്. കൂടാതെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ എല്ലാ വീലുകളിലും ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 80-ലധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സാണ് കമ്പനി പറയുന്നത്, അതുമുണ്ട്. പിന്നെ റീഇൻഫോഴ്സ് ചെയ്ത K1 എന്ന് പറയുന്ന കിയയുടെ വളരെ പ്രശസ്തമായ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് വളരെ ബോൾഡായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, അതുമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും വളരെ മികച്ച ഒരു പാക്കേജ് എന്നാണ് നമുക്ക് കിയ സിറോസിനെ വിളിക്കാവുന്നത്. ഫീച്ചേഴ്സ് ഇങ്ങനെ കൂടുതൽ കൊടുത്ത് നമ്മളെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഹ്യുണ്ടായും അതുപോലെ കിയയും ചേർന്ന്. ഇപ്പോൾ നമുക്ക് മറ്റ് പല വാഹനങ്ങളിലും കയറുമ്പോൾ ഫീച്ചേഴ്സ് ഇല്ലല്ലോ എന്നൊരു തോന്നലായിട്ടുണ്ട്. പല ജർമ്മൻ വാഹനങ്ങളുടെയും അതിലാകെ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈവൻ വളരെ പ്രീമിയമായിട്ടുള്ള വാഹനങ്ങൾ കയറുമ്പോഴും ഇതൊക്കെ നമ്മുടെ കിയയിലുള്ളതല്ലേ എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ഉപഭോക്താക്കളെ മാറ്റിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കിയ. അപ്പോൾ അതുതന്നെയാണ് നമ്മളിപ്പോൾ ഈ വാഹനത്തിൽ ഏറ്റവും പുതിയ വാഹനത്തിൽ കാണുന്നത്. അതായത് സോണറ്റിൻ്റെ മുകളിൽ സെൽറ്റോസിൻ്റെ താഴെ വരുന്ന വാഹനമാണെങ്കിലും സെൽറ്റോസിനേക്കാളും ഫീച്ചേഴ്സ് പല കാര്യങ്ങളിലും പറയാനുണ്ട്. പിന്നെ പിൻഭാഗത്തെ ആ ഒരു സ്പേസിനെ പറ്റി പറയാതിരിക്കുകയാണ്, അത്രയധികം സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പുതിയ ഒരു സെഗ്മെൻറ്റ് വെട്ടി തുറന്നുകൊണ്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സിറോസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നമുക്കിനി തിരിച്ച് ഹോട്ടലിലേക്ക് ഓടിച്ചു പോകാം. നമ്മളിപ്പോൾ ഇന്നത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പബ്ലിക് ഡേയുടെ ദിവസമാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ യുവാക്കൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും അതുപോലെ തന്നെ റിപ്പബ്ലിക് ആയത് നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളത് ഈ സൈഡിലേക്ക് നോക്കിയാൽ കാണാം. ഇത് റിപ്പബ്ലിക് ദിന റാലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് റിപ്പബ്ലിക് ആവുക എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ പോലും ഇതിൽ ഭൂരിഭാഗം പേർക്കും അറിയാനുള്ള സാധ്യതയില്ല. എന്തായാലും ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്ന പല കാഴ്ചകളും നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കടന്നിട്ട് കാര്യമില്ല. മറ്റൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഞെട്ടിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്ത്യയെ ഓർത്ത് നമ്മൾ സഹതപിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കാനഡയിൽ ഒരു യൂണിവേഴ്സിറ്റി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ രാത്രിയായി, സന്ധ്യയായി, ചെറിയ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട്. ആ സമയത്ത് ഡും 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 എന്നൊരു ശബ്ദം. യൂണിവേഴ്സിറ്റിക്ക് അകത്താണെന്ന് ആലോചിച്ചോണം. ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാറ് വരുന്നു. ആ കാറിൽ ഫുൾ LED ലൈറ്റ് ക്ലിങ് ക്ലിങ് എന്നൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നു, പല നിറത്തിലുള്ള LED ലൈറ്റ്. എന്നിട്ട് ഗ്ലാസ് എല്ലാം തുറന്നിട്ട് അതിൻ്റെ അകത്ത് വളരെ ഉയർന്ന ശബ്ദത്തിൽ പാട്ട് വെച്ചിരിക്കുകയാണ്. പഞ്ചാബി പാട്ട്. ഹും 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 എന്ന് പറഞ്ഞിട്ട് കുറേ പഞ്ചാബി പയ്യന്മാർ കാനഡയിലെ ഒരു യൂണിവേഴ്സിറ്റിക്കകത്തൂടെ എല്ലാവരെയും ശല്യപ്പെടുത്തിക്കൊണ്ട് LED ലൈറ്റൊക്കെ ഇട്ട് ശബ്ദത്തിൽ പാട്ടും വെച്ചുകൊണ്ട് പോവുകയാണ്. നാണം കെട്ടുപോയി, ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ നാണം കെട്ടുപോയി. കാരണം വളരെ നിശബ്ദമായിട്ടുള്ള യൂണിവേഴ്സിറ്റിക്കകത്ത് എല്ലാവരും നിശബ്ദരായിരിക്കുമ്പോൾ ഇങ്ങനെ പാട്ടും വെച്ച് പോകുന്നു. സായിപ്പുമാരെല്ലാം അന്തം വിട്ടത് ഏത് ലോകത്ത് നിന്ന് വന്നവന്മാരുടെ എന്നുള്ള വേണ്ടി നോക്കിക്കൊണ്ട് നിൽക്കരുത്. അങ്ങനെ ഇന്ത്യ നാണം കെടുത്തിയ ഒരു സംഭവമുണ്ട്. ഏതാണ്ട് അതേയുള്ള സംഭവം നടക്കണം. പിന്നെ ഇന്ത്യ തന്നെയാണ്, കുഴപ്പമില്ല. എന്തായാലും എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും നിരത്തിയിട്ട് ഇവിടെ ഓഫ് റോഡ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് പോകാൻ സമയമായി. അപ്പോൾ എന്തായിരിക്കും സിറോസിൻ്റെ വില എന്ന് ചോദിക്കുകയാണെങ്കിൽ വില പ്രഖ്യാപിച്ചില്ല, ഫെബ്രുവരിയിലാണ് വില പ്രഖ്യാപിക്കുക. എനിക്ക് തോന്നുന്നൊരു 10 ലക്ഷം തൊട്ടൊരു 16 ലക്ഷം രൂപ വരെ വന്നേക്കാം. ഈ ഡീസൽ ഓട്ടോമാറ്റിക്കിന് ഒരു ഓൺ റോഡ് 18 ലക്ഷം രൂപയ്ക്കാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും നല്ല മൈലേജുള്ള, നല്ല ഇൻറ്റീരിയർ സ്പേസുള്ള, ഇഷ്ടം പോലെ ഫീച്ചേഴ്സുള്ളൊരു വാഹനമാണിത്. കാഴ്ചയിലും വ്യത്യസ്തമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഡൽഹിയിലെ തണുപ്പൊക്കെ വരെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ബാക്കി ഷോട്ടുകൾ എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി. റിപ്പബ്ലിക് ദിന ആശംസകൾ. ബൈ.